ഇന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കേരളക്കരയുടെ ആറാട്ടണ്ണനായിട്ടുള്ള ഞങ്ങൾ പോകാതെ ഇരിക്കടോ സുനാമി ഭൂകമ്പൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ. സന്തോഷ് വർക്കാണ് കൂടെ ഉള്ളത്. സന്തോഷ് ചേട്ടാ നമസ്കാരം. ഇപ്പോഴും നിന്റെ അച്ഛൻ പണ്ട് വലിയശാലയിൽ തട്ടിടരുന്നപ്പോഴെ കുട്ടപ്പത്തല്ലേ? ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ഇപ്പൊ ആറാട്ടണ്ണൻ ഫേമസ് ആവുന്നത് തന്നെ റിവ്യൂകള് പറഞ്ഞിട്ടാണ്. ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഒരുപാട് സിനിമയുടെ ഭയങ്കര അടിപൊളിയായിട്ട് റിവ്യൂകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഹേറ്റ് ക്യാമ്പയിൻ ആണ്. ലാലേട്ടൻ തകർത്തുണ്ട്. ഇത് ആറാടുകയാണ്. അപ്പൊ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ഒരു റിവ്യൂ പറയാൻ പറഞ്ഞ എങ്ങനെ പറയും? ബെസ്റ്റ്. നല്ല എന്റർടൈനിങ് ആണ്. മെസ്സേജ് ഉണ്ട്, കോമഡി ഉണ്ട്. എടുത്ത് പറയാനുള്ള ഒരു സിനിമയിൽ നടക്കാത്ത എഡിറ്റിംഗ് നടക്കണം. ക്യാമറ വർക്ക് കേട്ടോ എനിക്കറിയില്ല. ഇതിൽ കുഴപ്പം പറഞ്ഞാൽ മ്യൂച്വൽ എഗ്രിമെന്റ് നടക്കുന്നത് കുഴപ്പമില്ല. ശിക്ഷ ഇല്ല. ഈ പൊട്ടനെ മനസ്സിലായി, എന്നിട്ട് ഒറിജിനൽ പൊട്ടനെ മനസ്സിലായിട്ടില്ല. അവിടെയാണ് പ്രശ്നം വരുന്നത്. മലയാളത്തിൽ തന്നെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ പേര് നമ്മൾ കുറെ ഗോസിപ്പ് കേട്ടിട്ടുണ്ട്. പക്ഷെ പുള്ളി മ്യൂച്വൽ എഗ്രിമെന്റ് ആയതുകൊണ്ട് ആവുമ്പോൾ പുള്ളിയുടെ പേര് വരാത്തത്. മനസ്സിലായില്ല. ഒരു ക്ലൂ തരാം. സന്തോഷേട്ടൻ ഇടുന്ന പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ വളരെ വൾഗർ ആയിട്ടുള്ള രീതിയിലാണ്. എനിക്ക് തോന്നുന്നത് നമ്മൾ നേരത്തെ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. നമുക്ക് വേറെല്ലാം പറയാം. ഇപ്പോ ഹണി റോസിന്റെ എന്താ പറയാ ബാക്ക് നല്ലതാണ്. സത്യം ഞാൻ തുറന്നു പറയട്ടെ, എനിക്കൊന്നും അറിയില്ല. എനിക്കൊരു പെണ്ണിനെയും പെടക്കോയിനും അറിയില്ല. താൻ പറഞ്ഞിട്ടില്ലേ? ഇല്ല 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 കള്ളം പറയുന്നു ആ പന്നെ. അല്ലെങ്കിൽ അങ്ങനെ കുറെ പറയുന്ന വാക്കുകളും കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സന്തോഷേട്ടനെതിരെയും ഇങ്ങനെ ഒരു നടപടി ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് കൂടുതലല്ലേ? എന്താ ഉറക്കം വരുന്നു. പറഞ്ഞ ഒരു 1-2 വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് എടുത്ത് എനിക്ക് തെറ്റുപറ്റിയെന്ന് തോന്നിയപ്പോൾ ഞാൻ അപ്പം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓ, എന്നാ പിന്നെ പേടിക്കണ്ട. അല്ല, നമ്മൾ അങ്ങനെ തെറ്റുപറ്റിയിട്ട് ഡിലീറ്റ് ചെയ്യുന്നതല്ലോ. അങ്ങനെ ഇടാണ്ടിരിക്കാനല്ലേ നമ്മൾ ശ്രമിക്കുക. അതല്ല ഉദ്ദേശം. അതായത് എനിക്കൊരു ലോജിക്കിനെ കാട്ടി ഇൻസ്റ്റിങ്ക്ട് വെച്ചാണ് ഞാൻ വർക്ക് ചെയ്തത്. ഒരു ഇൻസ്റ്റിങ്ക്ട് തോന്നി അപ്പം തന്നെ എൻ്റെ തോട്ട്സ് ഞാൻ ഷെയർ ചെയ്തു. ശരിയാണ്, ഇങ്ങനത്തെ കാര്യം പറഞ്ഞിട്ടുണ്ടോ ഇല്ലെന്ന് പറയാൻ പറ്റും. പക്ഷേ ഐസൊലേഷൻ്റെ കാര്യം ഡിഫറെൻ്റ് ആണ്. കാരണം അത് സിനിമയിൽ ലിപ്ലോക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞു, ജീവിതത്തിലല്ല. ആയുസ് തീർന്നിട്ട് ആർത്തി തീർന്നില്ലേ? എന്തൊരു ഒലിപ്പ്. പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? ബോറൻ, ആഭാസൻ, ബ്ലഡി ഫൂൾ. അപ്പോ അങ്ങനെയൊക്കെ തോന്നാനുണ്ടായ കാരണം എന്താ? ഈ സെക്സ്വാലിറ്റി വെച്ച് പറയുകയാണെങ്കിൽ അല്ലേ, ഞാൻ അല്ലെങ്കിൽ വരുന്ന പറഞ്ഞിരട്ടെ. ചിലർക്ക് ഇത് ഈ സെക്സ്വാലിറ്റി കുറവായിരിക്കും, ആവശ്യത്തിനായിരിക്കും. ചിലർക്ക് കൂടുതലായിരിക്കും. ഈ കൂടുതൽ ആൾക്കാർ ഈ എന്താണ് കഴപ്പ് അല്ലെങ്കിൽ ഞരമ്പ് രോഗം ഇല്ലെങ്കിൽ കോഴി ഇങ്ങനെ വിളിക്കുന്നത്. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. എന്റെ കേസ് ചിലപ്പോൾ കുറച്ച് കൂടുതലായിരിക്കും. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? എനിക്ക് വികാരമുണ്ട്. ഞാൻ പ്രേമത്തിന്റെ ആരാധകനായ ഒരു വികാര ജീവിയാണ്. എനിക്ക് വികാരമുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. അതുവരെ എനിക്ക് ഓപ്പോസിറ്റ് സെക്സിനോട് യാതൊരു അട്രാക്ഷനും തോന്നിട്ടില്ല. എനിക്ക് വികാരമുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. ഉളുപ്പുണ്ടോ? ചിരിയെങ്കിലും വിവരം ഉണ്ടോടാ നാണം കെട്ടവൻ. ഭയങ്കരമായ ആള്. അതെങ്ങനെയാ? കർത്താവ് അടിയുള്ളവരെ കൊണ്ട് അറിയാൻ പറയില്ലല്ല. വികാരമില്ല, പക്ഷെ ഒന്നും നടക്കുന്നില്ല. കുറച്ച് വെളിച്ചെണ്ണ കിട്ടിയ കൊള്ളായിരുന്നു. അല്ല, കുളി പതിവില്ലാന്ന് പറഞ്ഞു. അതെന്റെ വടി ഒന്ന് പോളിഷ് ചെയ്യണം. വടിയോ? അതായത് ഇറക്ഷൻ നടക്കും, പക്ഷെ ഇജാക്കുലേഷൻ നടക്കില്ല. അത് പറയാം. വേണ്ട, ഒന്നും ചെയ്യണ്ട. അവനൊരു രോഗിയാ. എന്ത് രോഗി? ഒരു ഞരമ്പ് രോഗിയാ. പ്ലീസ് ഒന്ന് പോയട്ടെ, പ്ലീസ്. അതൊരു പറയാം. ഇറക്ഷൻ നടക്കും, പക്ഷെ ഇജാക്കുലേഷൻ നടക്കില്ല. അപ്പൊ അങ്ങനെ കന്നിമാസത്തിലെ പട്ടികൾ പോലും ഇത്ര ആക്രാന്തം കാണിക്കില്ല. ഇത് പ്രേമമല്ല, ഒരു തരം ഞരമ്പ് രോഗം ആണോ?
അനുഭവമുള്ളവർ പറയുമ്പം വിശ്വസിച്ചല്ലേ പറ്റൂ. ഇത് ഇറക്ഷൻ നടക്കും, പക്ഷെ ഇജാക്കുലേഷൻ നടക്കില്ല. അത് പറയാം. മൂത്തൊഴിക്കാനായിട്ട് ഇങ്ങോട്ട് ഇരുന്ന കാറ്റ് കൊണ്ട് തണുക്കുമ്പോ രണ്ടിറ്റ് പോയാലായി. അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്. പക്ഷെ തെറ്റാന്ന് തോന്നുമ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഇത് ഞാൻ മനഃപൂർവ്വം ചെയ്യുന്ന കാര്യമല്ല. എൻ്റെ ഒരു ബലഹീനതയാണ്, വീക്ക്നെസ്സാണ്.